ശ്രീ അച്യുതാനന്ദൻ ഭയങ്കരമായൊരു നുണബാമ്പ് പൊട്ടിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്, UDF ഗവൺമെന്റാണ് ആദ്യമായി ആദിവാസികളിൽ നിന്ന് ഒരാളെ ശ്രീമതി ജയലക്ഷ്മി മന്ത്രിസഭയിലെടുത്തത്. മുത്തങ്ങ വന്യമൃഗ സങ്കേതമാണ്, അത് വനഭൂമിയാണ്. അവിടെ അന്ന് ഈ CK ജാൻ ഉൾപ്പെടെയുള്ള അവരുടെ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുത്തങ്ങയിലെ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കണം, തദ്ദേശവാസികളായ ആദിവാസികൾക്ക് കൊടുക്കണമെന്ന് മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ ഗോത്രവർഗക്കാരെയും ആദിവാസികളെ അവിടെ വിളിച്ച് സമരം നടത്തി. കുടിൽ വെച്ച് ദിവസങ്ങളോളം സമരം നടത്തി. പക്ഷെ അവിടെയും ഈ വന്യമൃഗ സങ്കേതം വനഭൂമിയിൽ ഈ നടക്കുന്ന സമരം കർശനമായി തടയണം എന്ന കേന്ദ്ര നിർദ്ദേശം, കോടതി നിർദ്ദേശം വന്നപ്പോൾ എന്ന് വെച്ച് പോലീസ് അവിടെ ഇടപെടൽ നടത്തി. ആ പോലീസ് ഇടപെടലിൽ പോലീസുകാരെ ആക്രമിച്ചു സമരക്കാർ, ഒരു പോലീസുകാരെ വെട്ടിക്കൊന്നു. ആ സന്ദർഭത്തിലാണ് വെടിവെപ്പുണ്ടായത്. ഒരു ആദിവാസി സഹോദരൻ മരിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ ഭയങ്കരമായൊരു നുണബാമ്പ് പൊട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, മുത്തങ്ങയിൽ 10ഓളം ആദിവാസികളെ ചുട്ടുകൊന്ന് അവരുടെ ജഡശരീരം മണ്ണെണ്ണ ഒഴിച്ച് പഞ്ചസാരയിട്ട് കത്തിച്ചു കളഞ്ഞു. ഒരാളെ പോലും അങ്ങനെ കൊല്ലുകയോ ഒരാളെ പോലും ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. പിറ്റേ ദിവസമാണ് നുണബാമ്പാണെന്ന് മനസ്സിലായി. അതും തെരഞ്ഞെടുപ്പിന് വലിയ പ്രചാരം നൽകി. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റാണ് ആന്റണിയുടെ ഗവൺമെന്റ്. ഞാൻ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളാണ്. എല്ലാ ക്യാബിനറ്റിലും അദ്ദേഹം ആദിവാസികളുടെ ഭൂമി പ്രശ്നം കൊണ്ടുവരും. പരമാവധി ഭൂമി ആദിവാസികൾക്ക് കൊടുക്കാൻ നടപടി സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല ആദിവാസികളുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ ആളുകൾ പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനോ ആദിവാസികൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കാനോ തയ്യാറായില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്, UDF ഗവൺമെന്റാണ് ആദ്യമായി ആദിവാസികളിൽ നിന്ന് ഒരാളെ ശ്രീമതി ജയലക്ഷ്മി മന്ത്രിസഭയിലെടുത്തത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മാറിയപ്പോൾ ആ ആദിവാസി അല്ലെങ്കിൽ ഈ ഗോത്രവർഗക്കാരിലെ അല്ല ഇപ്പൊ വച്ചിരിക്കുന്നത് പട്ടികജാതിയിൽ നിന്നാണ്. പട്ടികവർഗത്തിൽ നിന്നിപ്പോ മന്ത്രിസഭയിൽ ആരുമില്ല. അപ്പോ ആദിവാസികളുടെ പേരിൽ അന്ന് മുത്തങ്ങ പ്രശ്നത്തിൽ മുതലെടുപ്പ് നടത്തി. അതിനും ഈ മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് CBI അന്വേഷിക്കണം എന്നന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ വാദിച്ചു. CBI അന്വേഷിച്ചു. CBIയുടെ റിപ്പോർട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടും ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ജസ്റ്റിസ് ഭാസ്കരൻ നായർ നമ്പ്യാർ റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട്, മുത്തങ്ങയിലെ CBI റിപ്പോർട്ട്. ഇത് രണ്ടും ഒന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യട്ടെ എന്നാണ് AK ആന്റണി ആവശ്യപ്പെട്ടത്. ന്യായമായും അത് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം കള്ളി പുറത്തു വരും. അവർക്ക് ആവശ്യം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും വിലക്കയറ്റത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയങ്ങൾ നടന്നപ്പോൾ അവിടെയും ചില മാർക്സിസ്റ്റ് മെമ്പർമാർ ഈ പ്രശ്നം ഉന്നയിച്ചു. ആന്റണിയുടെ കാലത്ത് ഇങ്ങനെ നടന്നില്ലേ? ഇതൊരു പ്രചരണമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ CPM പിണറായി വിജയന്റെ ക്രൂരമായ പോലീസിന്റെ മർദ്ദനത്തിനെതിരായിട്ട് പ്രതിരോധിക്കാൻ ഈ പ്രശ്നമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ അതിശക്തമായി പിണറായി സർക്കാരിന്റെ ഈ മർദ്ദനത്തിനും അതിക്രമത്തിനും എതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രചരണവും ഞങ്ങളുടെ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ആന്റണി മന്ത്രിസഭയുടെ ഈ 2 സംഭവങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു പ്രതിരോധം തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ തന്നെ വെട്ടിലാകാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പാണ് എനിക്ക് പറയാൻ. ഇത് വാസ്തവത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. AK ആന്റണി പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇത് എല്ലാവരും അന്വേഷിക്കുന്നു. ചില മാധ്യമങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും CBI റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഈ 2 സംഭവം, കാരണം ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ പോലീസ് ഇടപെട്ടതും മുത്തങ്ങ സംഭവത്തിൽ വനഭൂമിയും സംരക്ഷിക്കാനും അതുപോലെ തന്നെ ആദിവാസികളുടെ ഈ അക്രമ സമരത്തെ നേരിടാനും ഇടപെട്ടതും പോലെയാണോ ഇപ്പൊ നടക്കുന്നത്? ഇപ്പോ ആളുകളെ വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, പോലീസ് നിരപരാധികളെ പിടിച്ച് ക്രൂരമായി ആക്രമിക്കുന്നു. എന്തെല്ലാം ഇപ്പൊ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കറിയാമല്ലോ 17 കസ്റ്റഡി മരണങ്ങൾ നടന്നു. ഈ 17 കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോലീസ് കമ്മീഷനെ നിയോഗിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? 17 കസ്റ്റഡി മരണം.
ഈ ഫാഷിസ്റ്റുകാരെ കൊന്നതും തല്ലിയതുമായ കണക്കുകൾ കേരളത്തിലെ ക്രമസമാധാനം പൂർണ്ണമായി തകർത്ത ഒരു സർക്കാർ രാഷ്ട്രീയ പ്രതിയോഗികളെയും നിരപരാധി